കേരളത്തിലെ ആദ്യ വ്യാവസായിക ടൂറിസം ക്യാമ്പസായ സ്വിസ്റ്റൺ കണ്ണൂർ കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒരിയാട് KSIDC ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിലാണ് അൽഫാസ് വുഡ് പ്രോഡക്ട്സിന്റെ സ്വിസ്റ്റൺ ക്യാമ്പസ്. ക്യാമ്പസിന്റെ സോഫ്റ്റ് ലോഞ്ചിംഗ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. പ്രമുഖ ബിൽഡിംഗ് മെറ്റീരിയൽ നിർമ്മാതാക്കളായ സ്വിസ്റ്റന്റെ പുതിയ സംരംഭമായ അൽഫാസ് വുഡ് പ്രോഡക്റ്റ് സ്വിസ്റ്റൺ ക്യാമ്പസിന് കണ്ണൂരിൽ തുടക്കം. നിർമ്മാണ സാമഗ്രികളുടെ വ്യാപാര വ്യവസായ മേഖലയിൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി മികച്ച നേട്ടങ്ങൾ കൊയ്യുന്ന ഷിബു അബൂബക്കർ എന്ന വ്യവസായിയുടെ സ്വപ്ന സംരംഭമാണിത്. പാർട്ടിക്കിൾ ബോർഡ് നിർമ്മിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാക്ടറിക്കാണ് കണ്ണൂർ കൂത്തുപറമ്പിൽ തുടക്കമിട്ടത്. യൂറോപ്യൻ സ്ട്രക്ചറിലും സാങ്കേതിക വിദ്യയിലും ഒരുക്കിയ പുതിയ കമ്പനി ഏറ്റവും പുതിയ ഡിസൈനുകളിലും ഷെയ്ഡുകളിലും നിർമ്മിക്കുന്ന ഉയർന്ന ഗുണമേന്മയുള്ള പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡുകളാണ് കമ്പനിയുടെ ലക്ഷ്യം. കേരളത്തിലെ ആദ്യ വ്യാവസായിക ടൂറിസം ക്യാമ്പസായ സ്വിസ്റ്റൺ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് കമ്പനിയുടെ സോഫ്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ച് മന്ത്രി P. രാജീവ് പറഞ്ഞു. അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു ഫാക്ടറി സ്ഥാപിച്ചതിന് ഈ നാടിന് വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എങ്ങനെയാണ് മരക്കഷ്ണം 1 മണിക്കൂർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടാണ് ബോർഡ് പുറത്തേക്ക് വരുന്നത്, അല്ലേ? കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട്. അത് ഏത് ഡിസൈനുള്ള ബോർഡാണ് പുറത്തേക്ക് വരുന്നത്? ആർക്കിടെക്റ്റുകൾക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ക്യാമ്പസിലെത്തി നിർമ്മാണം കാണുകയും പഠിക്കുകയും ചെയ്യാം. ഇതൊരു ലാൻഡ്മാർക്ക് തന്നെയാണ്. ഒപ്പം കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക്, അതായത് വ്യവസായത്തെ പറ്റി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. വ്യവസായ ലോകത്ത് ഇത് തീർച്ചയായും ഒരു മഹത്തായ ക്യാമ്പസായി, ഒരു മാതൃകാ ക്യാമ്പസായി നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. 12 ഏക്കറിൽ 100 കോടി രൂപ മുതൽ മുടക്കിയാണ് സ്വിസ്റ്റൺ ക്യാമ്പസിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ മിയാവാക്കി വനവും മിയാവാക്കി ഫ്രൂട്ട് ഫോറസ്റ്റും ഔഷധ സസ്യത്തോട്ടവും നിർമ്മിക്കും. ഏപ്രിൽ അവസാനത്തോടെ ക്യാമ്പസിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടത്താനാണ് തീരുമാനം. മീഡിയ 1 കണ്ണൂർ.